ഫസ്റ്റ് ഇയർ വന്നപ്പോ എന്തൊരു ദുഷ്ടനെന്ന് അറിയാമോ? മിണ്ടത്ത് പോലുമില്ല, ഭയങ്കര കളിപ്പായിരുന്നു എന്നോട്. ഞാൻ സ്റ്റെപ്പ് എന്നല്ലേ കുറവുന്നത്. പിന്നെ അതെ ഇപ്പോഴും ഉണ്ടാ വേദന. ഓക്കെ ബേബി. ഓ ബസ് പോയി. ബസ് ഇറങ്ങിയിട്ടുണ്ട്, പോയി കയറിക്കോ. വീട്ടിൽ ചെന്നൊരു മെസ്സേജ് കേട്ടോ. ഹായ്, എന്നാ രസമാ, കണ്ടിട്ടങ്ങ് ചാടാൻ തോന്നുവാ. പിന്നെ ഞാൻ എങ്ങനെ ഇവനെ ഒഴിവാക്കാതിരിക്കും? അന്നത്തെ ഇൻസിഡന്റോട് കൂടി ഞാൻ പിന്നെ ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്തായാലും ഇവന്റെ ഈ ഒറ്റബുദ്ധി സ്വഭാവം കൊണ്ട് എന്തായി തീരുമെന്ന് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ കൊള്ളാം, എല്ലാം നീനയുടെ ഒരു മിടുക്ക. ഇപ്പോഴും ഒറ്റബുദ്ധിക്ക് വലിയ കുറവൊന്നുമില്ല, പക്ഷെ സ്മാർട്ടായിട്ട് ഞാനെല്ലാം സേവ് ചെയ്യുന്നോണ്ടാ. എങ്ങനെ? ചേട്ടന് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ പകുതി അങ്ങ് മാറ്റി വെക്കും. അത് ചുമ്മാ അങ്ങ് മാറ്റി വെക്കുമല്ല, പണം വളരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ. മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമല്ലേ? പൈസ പോകത്തില്ലേ? അതിപ്പോൾ ഇട്ട പൈസ ഒരു രൂപ പോലും പോകാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. മാർക്കറ്റ് കയറുമ്പോഴേക്കും ലാഭവും കിട്ടും. നീ ഈ വീഡിയോയുടെ ബയോലൊന്ന് നോക്കി. ഇപ്പോൾ HDFC ലൈഫിന്റെ ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്ന NFO വന്നിട്ടുണ്ട്. നിനക്ക് പറ്റുന്ന ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇന്ത്യയിലെ ഓരോ സെക്ടറുകളിലും ടോപ്പ് കമ്പനികളിലേക്കാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു ബാങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന്. ബാങ്കിലൊക്കെ ആകെ 5-6% കിട്ടും. അതുകൊണ്ടൊക്കെ എന്നാ ആവാനായിട്ടാ. ഇവരുടെ തന്നെ ഡിസ്കവറി ഫണ്ട് കഴിഞ്ഞ് 7 വർഷത്തിൽ 23.1% ശരാശരി റിട്ടേൺസ് ആണ് ഓരോ വർഷവും കൊടുത്തിട്ടുള്ളത്. മാസത്തിൽ അടയ്ക്കുന്ന പൈസയുടെ 120 മടങ്ങ് ലൈഫ് കവർ കിട്ടും. 2 ലക്ഷം രൂപ വരെ വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും ലാഭത്തിന്റെ 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടതില്ല. എടി നീ വിദേശത്തല്ലേ? പ്രവാസികൾക്ക് മാസം 12,000 രൂപ വരെ അടച്ചു കഴിഞ്ഞാൽ 2 കോടി രൂപ വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അവരോട് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ മലയാളത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അല്ലെങ്കിൽ അവരൊരു ഏജന്റ് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരും. മാർച്ച് 16-നാണ് NFOയുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇനി 6 ദിവസവും കൂടി ഉള്ളൂ. അപ്പോൾ ലിങ്ക് ബയോയിലുണ്ട്, എല്ലാവരും നോക്കിക്കോ.